ചെങ്കടലിൽ അമേരിക്കയ്ക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് അറേബ്യൻ കടലിലും അമേരിക്ക കാത്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്ക ഇറാൻ വൈരവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷണം വളരെ കൃത്യതയോടുകൂടി തന്നെ വിശദീകരിക്കാറുണ്ട്, വിവരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്ര നേതാക്കളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാവുമോ, ഇത് തത്വത്തിൽ എങ്ങനെയൊക്കെയാണ് ലോകത്തെ ബാധിക്കുക എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അതിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന നിഗമനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കടൽ വിജയിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ അവസാന വട്ടവും നടത്തിയിരുന്നു. മാത്രവുമല്ല, ബ്രിട്ടൻ സൈന്യവും കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായിരിക്കുന്ന ആക്രമണവും യമനിലെ ഹൂത്തികൾക്ക് നേരെ നിരന്തരം എന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്നും നാവിക പട തന്നെ ഇറങ്ങിക്കൊണ്ട് നടത്തിയിരുന്നു. പക്ഷെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല. അവരുടെ പ്രതിരോധത്തിന് മുൻപിൽ യഥാർത്ഥത്തിൽ അമേരിക്ക തോറ്റുപോവുകയാണ് ചെയ്തത്. അവരുടെ 2 കപ്പലിലെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അവിടെ എന്തുകൊണ്ട് വിജയിക്കാൻ പറ്റില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ഒരു പഠനം നടത്തിയിട്ടുണ്ട് അമേരിക്ക. ആ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും അതിലേറെക്കുറെ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കൃത്യതയോടുകൂടി ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? പിന്നീട് അതിന് പിന്മാറ്റമാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന വഴി. ആ വഴിയാണ് തിരഞ്ഞെടുത്തത്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ നടക്കുന്ന അതേ ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് യമനുമായും അമേരിക്കയുമായിട്ടും കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. അതിൽ ആദ്യം തന്നെ അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ആക്രമത്തെ അല്ലെങ്കിൽ ഈ നടപടിയെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും യമനെ ആക്രമിക്കരുതെന്നും ഊത്തികളെ ആക്രമിക്കരുതെന്നും ഊത്തികളുമായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള നിർദ്ദേശം സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡന്, അന്ന് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്, അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വിചാരിക്കുന്ന പോലെ അല്ല ഹൂത്തികളുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അവരുടെ കൈവശത്തിലുള്ള ഹൈപ്പർസോണിക് അടക്കമുള്ള മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതിനാൽ ആ ദൗത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ശ്രമത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായി ജോ ബൈഡൻ സംസാരിച്ചു. ജോ ബൈഡൻ്റെ കാലം കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിൻ്റെ കാലം അധികാരത്തിൽ വന്ന സമയത്ത് അയാളും സംസാരിച്ചു. ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്കൊരു വിജയം ഉണ്ടാക്കിക്കൊണ്ട് പിൻവലിക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ യമൻ എന്ന് പറയുന്ന വിഭാഗം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ സംഘമാണ്, ചെറിയ സൈനിക ബലം മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ചെങ്കടലിൻ്റെ അധികാരം അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി അമേരിക്ക സാധിക്കും. ഈ വഴിയാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം വഹിച്ചുകൊണ്ട് കപ്പലുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചുങ്കം ഏർപ്പെടുത്താം, അവർക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി പറ്റും. വലിയ രീതിയിലുള്ള ബിസിനസ്സുകാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. ആ ഉദ്ദേശ കാര്യങ്ങളാണ് അവർ വിചാരിക്കുന്നത്. വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, വലിയ രീതിയിൽ പണം വാങ്ങാൻ വേണ്ടി പറ്റും, അവർക്ക് സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ അവിടെ ഇസ്രായേലിന് ശത്രുവായി നിൽക്കുന്ന ഹൂത്തികൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. 4 ദിവസം കൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നടുവൊടിക്കുകയാണ് ചെയ്തത്. അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അറേബ്യൻ കടലിൽ ഇപ്പോൾ ഏറെക്കുറെ 15 ദിവസത്തോളമായി അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടുകൂറ്റൻ കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ കപ്പലിലൊന്നാണ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ. 75 യുദ്ധവിമാനങ്ങളെങ്കിലും അതിൽ കൊള്ളും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ലാൻഡിംഗ് സംവിധാനവും ഫെസിലിറ്റിയുമുള്ള ഈ യുദ്ധക്കപ്പൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറെക്കുറെ 4000-നും 15,000-നും ഇടയിലുള്ള സൈനികരുണ്ട് എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് 4000 എന്ന് പറയുന്നു, എന്നാൽ ചില റിപ്പോർട്ടിന് അങ്ങനെയല്ല, ഇത്രയും 15,000-ഓളം സൈനികരുണ്ട് എന്നും പറയുന്നു. അത്രയും സൈനികരെ വെച്ചുകൊണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിരീക്ഷണം നടത്തുകയും ശ്രദ്ധിക്കുകയും എന്തെങ്കിലും നിർദ്ദേശ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ ഇതിന് വലിയ ഭീമമായിരിക്കുന്ന സംഖ്യ ചെലവുണ്ട് ഒരു ദിവസം കഴിയാൻ വേണ്ടി. അമേരിക്കയാണെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല. യുദ്ധം ചെയ്യാൻ അവർക്ക് ധൈര്യക്കുറവുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ശക്തി മനസ്സിലാകാതെ ഏതൊക്കെ രാജ്യത്ത് യുദ്ധം ചെയ്തിട്ടുണ്ടോ ആ യുദ്ധത്തിലൊക്കെ വൻ ശക്തികൾ പരാജയപ്പെടുകയാണ് ചെയ്യുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലസ്തീനും
ഈ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ്. പ്രതിരോധ സംവിധാനത്തിൽ ഒന്നാം സ്ഥാനമാണ്. ആയുധം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന രാജ്യമാണ്. ആ രാജ്യവുമായി ഗസയിലെ, ഫലസ്തീൻ ഫുള്ളില്ല, ഗസ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഹമാസ് എന്ന് പറയുന്ന സൈനിക ട്രോപ്പിനോട് 2 വർഷം യുദ്ധം ചെയ്തു. ഒന്നും നേടാൻ കഴിഞ്ഞില്ല. കുറേ ആളുകൾ മരിച്ചു എന്നതല്ലാതെ അവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫലം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറെക്കുറെ ഹമാസ് ആ മേഖലയിൽ ശക്തി സംഭരിച്ച് വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ നടന്നു വെച്ചാൽ അവരുടെ മൊസാദ് സംവിധാനം പോലും തകർന്ന് തരിപ്പണമായത് ഈ പറയപ്പെട്ട ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു മുന്നറിയിപ്പ് പോലും നൽകാൻ പറ്റാത്ത വിധം ഇസ്രായേലിന് പരാജയമുണ്ടാക്കിയത് മൊസാദ് സംഘത്തിന് പോലും പിടികൂടാൻ പറ്റാത്ത തരത്തിലുള്ള നിർമ്മിതികൾ അഥവാ ബങ്കർ അവർ നിർമ്മിച്ചു എന്നുള്ളതാണ്. ബങ്കറിൻ്റെ അകത്താണ് അവർ ആയുധങ്ങളുള്ളത്, സംവിധാനങ്ങളുള്ളത്, ബന്ദികളെ ഒളിപ്പിച്ച് വെച്ചതും അതിനുള്ളിൽ തന്നെയാണ്. 2 കൊല്ലം തിരഞ്ഞിട്ട് അവർക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന റൂട്ട്. അപ്പോൾ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉള്ളതുകൊണ്ട് മാത്രം ഒരു യുദ്ധത്തിൽ വിജയിക്കില്ല. ശത്രുവിൻ്റെ ശക്തി കൃത്യമായ രീതിയിൽ കണ്ട് മനസ്സിലാക്കണം, എന്നിട്ട് അതിനെ പ്രതിരോധിക്കണം. അതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇസ്രായേൽ മാത്രമല്ല പരാജയപ്പെടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായി. 2 കപ്പൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. ഒന്ന് അറേബ്യൻ കടലിൽ, രണ്ടാമത്തത് മെഡിറ്ററേനിയൻ കടലിൽ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള 2 യുദ്ധക്കപ്പലാണ്. അതിനോടനുബന്ധിച്ച് ഏകദേശം 11 കപ്പലെങ്കിലും അതിന് സപ്പോർട്ടായിട്ട് വേറെയുണ്ട്. ഇതിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം 500,000 സൈനികർ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും കടൽ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാനെതിരെ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു. എന്നാലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. അവർക്ക് യുദ്ധത്തിന് മുന്നേറാനുള്ള ധൈര്യമില്ല. അവർ ആ കാര്യത്തിൽ വിറച്ചു പോകുന്നു. എങ്ങനെ മുന്നേറണമെന്ന് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യം എന്താ? അതിനുള്ള കാര്യം സൗദി അറേബ്യ മുമ്പ് പറഞ്ഞു വെച്ചത് തന്നെയാണ്. ഈ ശത്രുവിൻ്റെ ശക്തി മനസ്സിലാകാതെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ വലിയ രീതിയിലുള്ള തിരിച്ചടികളുണ്ടാവും, നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ള സംവിധാനമൊന്നും ഞങ്ങൾ ചെയ്യൂല. പകരം തല ആക്രമണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിൽ അമേരിക്കയുടെ സൈനിക മേഖലയുണ്ട്, അതായത് കപ്പൽ മേഖല, കടൽ മേഖല, ആ മേഖല ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഈ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അറേബ്യൻ മേഖലയുണ്ട്. പിന്നീട് ഇസ്രായേലുമുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ തന്നെ തങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് 3 മേഖലയും ഒരേ സമയത്ത് തത്തുല്യമായ രീതിയിൽ തങ്ങൾ ആക്രമിച്ചിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവർക്ക് എവിടെയും പിടിത്തം കിട്ടാതെ, നിയന്ത്രണം കിട്ടാത്ത രീതിയിൽ വലിയ പ്രയാസമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു പ്രതിസന്ധിയായിട്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യം എന്ന് പറഞ്ഞാൽ 12 ദിന യുദ്ധം വല്ലാത്ത അറിവ് അമേരിക്കയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ നിസ്സാരക്കാരനല്ല. അവരുടെ കയ്യിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുമെല്ലാം അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിൻ്റെ സാങ്കേതിക വിദ്യയും സംവിധാനവും ഇത്രയും കാലത്തിനിടയിൽ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് പോലും സാധിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സാങ്കേതിക വിദ്യ ചോർന്ന് അത് ഇറാന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയും കവച്ചു വെട്ടുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് മിസൈൽ രംഗത്ത് ഇറാൻ ഉണ്ടാക്കിയത് എന്ന് ചുരുക്കം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അതേ രീതിയിലുള്ള അനുഭവമാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനികപരമായിരിക്കുന്ന ബലത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തിരിച്ചടി ഭയാനകരമായ രീതിയിൽ ഉണ്ടാവും എന്നുള്ളതും പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ഈ 2 കപ്പലുകളും മുങ്ങിത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഭീമമായ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അറേബ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അമേരിക്കയോടൊപ്പം ചേർത്താനുള്ള എല്ലാ ശ്രമവും അവർക്ക് പരാജയപ്പെട്ടു. അവരൊരിക്കലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കപ്പെട്ട ഒരു രാജ്യം അനുകൂലമായിരിക്കുന്ന ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അഥവാ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അനുകൂലിക്കുന്നവർ ലോകരാജ്യത്തിൽ ഒരാൾ പോലുമില്ല, അല്ല ഒരു രാജ്യം പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഒരു പ്രയാസം വല്ലാത്ത രീതിയിൽ അമേരിക്കയെ പിടികൂടുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.